ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുടെ തോത് കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെറ്റ് ഇല്ലാതെ നമ്മളൊരു അക്കാഡമിക് ഫീൽഡിലേക്ക് ചെല്ലുന്നത് വളരെ നമ്മളെ പുറകോട്ട് നിർത്തുന്ന ഒന്നായിരിക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ദിസ് ഈസ് മീ അൽഫിൻ അബ്ദുൽ സലാം. കേറ്ററ്റ് വിധിയെ പറ്റി നമ്മളിപ്പോൾ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതി വിധി അനുസരിച്ച് ഈ വരുന്ന 2 വർഷത്തിനുള്ളിൽ സർവീസിലുള്ള എല്ലാ അധ്യാപകരും കേറ്ററ്റ് നേടിയെടുക്കുക തന്നെ ചെയ്യണം. 5 വർഷം മാത്രം സർവീസ് ബാക്കിയുള്ളവർക്ക് മാത്രമേ കേറ്ററ്റ് എഴുതിയെടുക്കേണ്ട ആവശ്യമില്ലാത്തതുള്ളൂ. കുറച്ചുനാൾ മുമ്പ് വരെ ഈ അധ്യാപകരെല്ലാവരും കേറ്ററ്റ് ഇല്ലാതെയും തൊഴിലിൽ തുടരാം എന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഇരുന്നവരായിരുന്നു. എന്നാൽ ഇന്ന് ഈ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇത് ഇവർക്ക് അനിവാര്യമാണെന്നും ഇല്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെടും എന്നുള്ള ബോധ്യവും ഇവർക്ക് എത്തിയിരിക്കുകയാണ്. ഇതേ വിധി തന്നെയാണ് നമ്മളുടെ നെറ്റിലേക്കും എത്തുവാനായിട്ട് പോകുന്നത്. എലിജിബിലിറ്റി ടെസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊഴിലിലേക്ക് കടക്കുവാൻ ഇയാൾ എത്രത്തോളം എലിജിബിൾ ആണ് എന്ന് തീരുമാനിക്കുന്ന സർട്ടിഫിക്കറ്റാണ്. അതുകൊണ്ട് തന്നെ തൊഴിലിടങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവിടെ ജോലി ചെയ്യുന്നവർ, വിദ്യ പകർന്നു കൊടുക്കുന്നവർ ആയിട്ടുള്ള അധ്യാപകർ ഏറ്റവും മികച്ചവരാണ് അല്ലെങ്കിൽ ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ് എന്ന് ഉറപ്പുവരുത്തുന്നത് നമ്മുടെ ക്വാളിറ്റി അഷുറൻസിന്റെ ഭാഗമാണ്. വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ ഏറ്റവും മികവുറ്റാക്കുന്നതിൽ ഏറ്റവും അടിസ്ഥാന ഘടകമായിട്ടുള്ളത് അധ്യാപകരുടെ ക്വാളിഫിക്കേഷനാണ്, അധ്യാപകരുടെ നിലവാരമാണ്, അധ്യാപകരുടെ ക്വാളിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാമുകൾ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. അതുപോലെ ഒന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് യോഗത്തിന് ശേഷം 1 വർഷം മുൻപ് വന്ന നയമായിരുന്നു സെൽഫ് ഫിനാൻസിങ് ക്യാമ്പസുകളിലെ അധ്യാപകർക്കും എന്ത് വേണമെന്നുള്ളത്, നെറ്റ് വേണമെന്നുള്ളത്. അതിൻ്റെ പേരിൽ ഒരുപാട് പ്രക്ഷോഭങ്ങളിലേക്ക് പോയിരുന്നുവെങ്കിലും ഇന്ന് കുറച്ച് നാൾ മുമ്പ് നമ്മൾ കണ്ടതാണ് എന്താണ് നമ്മുടെ കേരളത്തിലെ അധ്യാപകർക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന്. വൈസ് ചാൻസലർ ആർ ലേക്കർ, അദ്ദേഹം അറിയാം, നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ എല്ലാത്തിൻ്റെയും ചാൻസലറാണ്. എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും വൈസ് ചാൻസലർമാർക്ക് ഒരു നിർദ്ദേശം നൽകുകയുണ്ടായി. യൂണിവേഴ്സിറ്റി കീഴിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്യാമ്പസുകളിലും നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകർ മാത്രമേ പാടുള്ളൂ. സെൽഫ് ഫിനാൻസിങ് ക്യാമ്പസുകളാണെങ്കിൽ പോലും നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകർ മാത്രമേ അവിടെ ഉണ്ടാകുവാനായിട്ട് പാടുള്ളൂ എന്ന രീതിക്കൊരു അഡ്വൈസ് ചെന്നു. ഈ അഡ്വൈസ് ഒരു തുടക്കം മാത്രമാണ്. ഇത് പിന്നീട് ചർച്ചകളിലേക്ക് കടക്കുകയും ഉടൻ തന്നെ സെൽഫ് ഫിനാൻസിങ് ക്യാമ്പസുകളിലേക്കും നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിനെ മാത്രം ഹയർ ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തും. ആൻഡ് കറൻ്റ്ലി എയ്ഡഡ് ക്യാമ്പസുകളിലും ഗവൺമെൻറ് കോളേജുകളിലും പുറമെ സെൽഫ് ഫിനാൻസിങ് ക്യാമ്പസുകളിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും നിങ്ങൾക്ക് അധ്യാപനം നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നെറ്റ് മാൻഡേറ്ററി ആകേണ്ട ആവശ്യത്തിലേക്ക് നിങ്ങൾ എത്തുന്നു. അതുപോലെ തന്നെയാണ് യൂണിവേഴ്സിറ്റികളിലെ എൻട്രൻസ് പരീക്ഷകളിലും. വിവിധ യൂണിവേഴ്സിറ്റികളിൽ നടത്തപ്പെടുന്ന വിവിധ യൂണിവേഴ്സിറ്റി എൻട്രൻസ് പരീക്ഷകൾ മാറ്റി ഏകീകൃത സെൻട്രലൈസ്ഡ് യൂണിവേഴ്സിറ്റി പരീക്ഷയായിരിക്കും അല്ലെങ്കിൽ എൻട്രൻസ് പരീക്ഷയായിരിക്കും നെറ്റിലൂടെ നടത്തുവാനായിട്ട് പോകുന്നത്. അഡ്മിഷൻസ് ടു PhD മുതൽ അത് പ്രാബല്യത്തിൽ വന്ന് തുടങ്ങിയിരിക്കുകയും ചെയ്യുന്നു. ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നടത്തുവാൻ വേണ്ടിയിട്ടുള്ള ബില്ല് സുപ്രീം കോടതിയിൽ പാസ്സാക്കുന്നതിൻ്റെ ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ നയങ്ങൾ കൂടുതൽ മൂർച്ചപ്പെടുത്തുകയും യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ നടപടികൾ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ട് നടത്തപ്പെടാനുമാണ് സാധ്യത. വരുന്ന വർഷങ്ങൾക്കുള്ളിൽ UGC ഉൾപ്പെടെയുള്ള മറ്റ് ഗവേണിംഗ് ബോഡീസിനെ പിരിച്ചുവിട്ടതിന് ശേഷം HECയെയും അതിന് താഴെയുള്ള അതിന് ഉള്ളിൽ വരുന്ന 4 ഡിഫറെൻറ്റ് ബോഡീസുമായിട്ട് നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിനെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ടാണ് നമ്മളെ കറണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നീക്കങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ നെറ്റ് പരീക്ഷയുടെ ഇമ്പോർട്ടൻസ് ഏറ്റവും കൂടുവാനായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ നെറ്റ് പരീക്ഷയുടെ ഇമ്പോർട്ടൻസ് കൂടാൻ തന്നെയാണ് സാധ്യത. ആൻഡ് നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത് വളരെ അനിവാര്യമായിട്ടുള്ളതായിട്ട് മാറുകയും ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നെറ്റ് ക്വാളിഫൈ ആകുന്ന ആളുകളുടെ എണ്ണം കൂടുകയാണ്. അപ്പോൾ നെറ്റ് പണ്ടത്തെ പോലെ 1 in 10 പീപ്പിളിനേക്കാൾ ഉപരി 7 in 10 പീപ്പിളിലേക്കൊക്കെ നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുടെ തോത് കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെറ്റ് ഇല്ലാതെ നമ്മളൊരു അക്കാഡമിക് ഫീൽഡിലേക്ക് ചെല്ലുന്നത് വളരെ നമ്മളെ പുറകോട്ട് നിർത്തുന്ന ഒന്നായിരിക്കും. നേരത്തെ നമ്മളെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന എലമെന്റ് ആയിരുന്നു നെറ്റ് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ JRF ക്വാളിഫിക്കേഷൻ എങ്കിൽ ഇന്ന് നമ്മൾക്ക് വേണ്ട മിനിമം മാൻഡേറ്ററി ക്വാളിഫിക്കേഷൻ ആയിട്ട്
നെറ്റ് മാറിയിരിക്കുകയാണ്. സോ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഇൻ 2026 ആൻഡ് ലേറ്റർ, ഉറപ്പായിട്ടും കയറ്റത്തിന് സംഭവിച്ചതുപോലെ തന്നെ ഇത് വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒന്നായിട്ട് തന്നെ മാറും. വിവിധ ഫീൽഡുകളിൽ നിങ്ങൾക്ക് നെറ്റില്ലാതെ ജോലി ലഭിക്കാത്ത അവസ്ഥയിലേക്ക് എത്തും. സോ അറ്റ് ദ ഏർലിയസ്റ്റ് നമ്മൾ നെറ്റ് നേടുക തന്നെയാണ് ചെയ്യേണ്ടത്. ആൻഡ് ഓബ്വിയസ്ലി HECI നിലവിൽ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നെറ്റ് നടത്തപ്പെടുന്ന ബോഡി ആയിട്ടും HECIയിലെ സബ് ബോഡികൾ വരുന്നതായിരിക്കും. അന്ന് നമുക്ക് നെഗറ്റീവ് മാർക്കിങ് എന്തിൽ പ്രതീക്ഷിക്കാം? നമ്മുടെ നെറ്റ് പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനു മുമ്പ് ഏറ്റവും പെട്ടെന്ന് തന്നെ നെറ്റ് ക്ലിയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഈ വരുന്ന ഡിസംബറിലോ അല്ലെങ്കിൽ അടുത്ത വരുന്ന ജൂണിന് മുൻപായിട്ടോ നമ്മൾ നെറ്റ് ക്ലിയർ ചെയ്തെടുക്കേണ്ടതായിട്ടുള്ളത്. ഡിസംബറിലേക്ക് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി നമ്മളെ റാപ്പപ്പ് ബാച്ചും ജൂണിലേക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ജൂൺ 2026 വിക്ടറി ബാച്ചിനുമുള്ള അഡ്മിഷൻസ് നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോർഡ് നമ്പർ ആയിട്ടുള്ള 8086881144 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ അഡ്മിഷൻസ് നിങ്ങൾ ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ താഴെ കാണുന്ന ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ താഴെ പിൻ ചെയ്തിട്ടുള്ള ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് അഡ്മിഷൻസ് ഉറപ്പുവരുത്തുക. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, നെറ്റില്ലാതെ നമ്മുടെ കരിയറിന് മുമ്പിലോട്ടുള്ള ഗ്രോത്ത് വളരെ കുറവായിരിക്കും. സോ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആസ്പിരൻസ് സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. ഉറപ്പായിട്ടും നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്തേക്കുക. സോ ദാറ്റ് യു ഗെറ്റ് ടു നോ ദ ന്യൂസ് ഫസ്റ്റ് എമംഗ് യുവർ ഫ്രണ്ട്സ്. ആൻഡ് വരും കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ് ഈസ് മീ അൽഫ അബ്ദുൽ സലാം സൈനിങ് ഓഫ്. താങ്ക് യു.